ഹായ് ഹലോ നമസ്കാരം. മഴതോറും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്, എല്ലാവരും സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത്രയും നാളും വൈജയന്തി കളിച്ച നാടകം അല്ലെങ്കിൽ വൈജയന്തിയുടെ ആട്ടം ഇവിടെ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പടയോടുകൂടി തന്നെ കൊല്ലപ്പള്ളിയിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി പടയോടുകൂടി തന്നെ കടപ്പാട്ടൂരേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴെല്ലാം ബാലചന്ദ്രൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലീന ഒരു കാരണവശാലും നീ താഴോട്ട് വരരുത്. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നീ ഈ കതക് തുറക്കാവൂ, അതുവരെ നീ കതക് തുറന്ന് പുറത്ത് വരാനേ പാടില്ല എന്ന് ബാലചന്ദ്രൻ തീർത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ അലീനയ്ക്കുണ്ട്. എന്ത് സംഭവിക്കും, എല്ലാവരുടെ മുന്നിലേക്ക് സാർ ഒറ്റയ്ക്കാണ് പോകുന്നത്, അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അലീനയ്ക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരുടെ മുന്നിലേക്ക് വന്ന സമയത്ത് എല്ലാവരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നീ അലീനെ എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഒരിക്കലും അലീനയും വൈജയന്തിയും കൂടി ഒത്തുപോകത്തില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നീ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അവളെ എത്ര വട്ടം നീ പറഞ്ഞു വിട്ടതാണ്, ഇറക്കി വിട്ടതാണ്. പക്ഷെ നീ അതൊന്നും കേൾക്കാതെ എന്തിനാണ് അവളെ സംരക്ഷിക്കുന്നത് എന്ന് ബാലചന്ദ്രനോട് ആവർത്തിച്ച് ശിവനും രാജീവനും ഒക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടത്തോടു കൂടി ബാലചന്ദ്രനോട് അലീനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അവളെ എന്തുകൊണ്ട് ഇറക്കി വിടുന്നില്ല? പക്ഷെ ബാലചന്ദ്രൻ പറഞ്ഞത് അവൾ എൻ്റെ മകളാണ്, അവളെ ഒരിക്കലും എനിക്ക് ഇറക്കി വിടാനായിട്ട് പറ്റത്തില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പേരിൽ ഒരൊറ്റ തെറ്റുപോലുമില്ല. അവൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എല്ലാവരുടെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് വീടുകളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, മക്കളെ കാര്യങ്ങളും എല്ലാം സ്വന്തം വീട് പോലെയാണ് അവളെ ഇവിടെയുള്ള എല്ലാവരെയും കാണുന്നതും എല്ലാവരെയും അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതും. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും അവളെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അവൾ എൻ്റെ മകളാണ്, അവളെ എൻ്റെ മകളായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അംഗീകരിച്ചതെന്നും മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. വീണ്ടും ഓരോരുത്തരായിട്ട് ചോദിച്ചു തുടങ്ങി. അപ്പോൾ ബാലചന്ദ്രൻ തീർത്തും ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഇപ്പോൾ അലീനെ ഇറക്കി വിടാനായിട്ട് പറയുന്നില്ലേ, അലീന ചെയ്ത തെറ്റ് എന്താണ്? അലീന എന്ത് തെറ്റാണോ ചെയ്തത് എന്ന് നിങ്ങൾ പറയൂ. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അലീനെ ഇറക്കി വിടാമെന്ന് ബാലചന്ദ്രൻ പറയുകയും വൈജയന്തിയോട് ചോദിച്ചപ്പോൾ വൈജയന്തി പറഞ്ഞത് അവൾ നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കും, അവളിവിടെ കൃത്യമായിട്ട് ജോലികൾ ചെയ്യും, എല്ലായിടവും തൂത്തും തുടച്ചും ക്ലീൻ ചെയ്ത് വെക്കും, മക്കളുടെ കാര്യങ്ങൾ നോക്കും, ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും അവളെ സ്വന്തം സഹോദരങ്ങളും അമ്മയൊക്കെ ആയിട്ട് അവൾ കാണും. എനിക്കതൊന്നും ഇഷ്ടമില്ല. എൻ്റെ വീട്ടിലെ വേലക്കാരി അധികം പണി അതായത് അധികം വൃത്തി ചെയ്യേണ്ട ആളല്ല, അധികം വൃത്തിയാക്കാൻ പാടില്ല, ഭക്ഷണം നല്ലതുപോലെ ഉണ്ടാക്കാൻ പാടില്ല, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഞാൻ നോക്കുന്ന വേലക്കാരിയുടെ ക്വാളിഫിക്കേഷൻ എന്നും അതുകൊണ്ട് ഇത്രയും മതിയല്ലോ, ഇനി അവളെ പറഞ്ഞു വിടാനായിട്ട് വൈജയന്തി ആവശ്യപ്പെട്ടു. അപ്പോൾ ബബിതയോടും പിന്നെ രോഹിത്തിനോടും ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ രാവുണ്ണിമാമൻ്റെ മക്കളാണ് ചോദിക്കുന്നത്. അവിടെ ബബിതയോട് ചോദിച്ചപ്പോൾ ബബിത പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. രോഹിത്തും അത് തന്നെയാണ് പറഞ്ഞത്, അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ഇഷ്ടമല്ല, അവളെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ബബിത പറയുകയാണ് അവളുടെ നോട്ടവും സംസാരവും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. രോഹിത്തും പറഞ്ഞു എനിക്കും അവളുടെ ആ ഒരു പ്രവൃത്തിയോ സ്വഭാവമോ ഒന്നും ഇഷ്ടമല്ല എന്ന് രോഹിത്തും പറഞ്ഞു. എന്നാൽ അവള് എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഗുണവും ചെയ്തിട്ടില്ല, എനിക്ക് ദോഷവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴും ബാലചന്ദ്രൻ ചോദിച്ചത്, നീ ഇപ്പോഴും റിമാൻഡിൽ കഴിയാതെ ഇവിടെ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കാരണം അലീനയാണ്, അലീനയുടെ ഔദാര്യമാണ് നീ ഇപ്പോൾ ജീവിച്ചു പോകുന്നതെന്ന് ബാലചന്ദ്രൻ രോഹിത്തിനോട് പറഞ്ഞു. അപ്പോൾ വീണ്ടും അടുത്തടുത്ത പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞത്, ഇന്ന് വരെ വൈജയന്തി എൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ പറയുന്നത് എന്താണോ അത് അവൾ കേട്ടിട്ടില്ല, അനുസരിച്ചിട്ടുമില്ല, ഞാൻ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് മാത്രമേ അവൾ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നായിരുന്നു അടുത്ത വൈജയന്തിയുടെ ചോദ്യം. രോഹിത്തിന് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ വൈജയന്തിക്ക് ഇലക്ട്രോണിക്സ് പഠിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ രോഹിത്തിനെ ഇലക്ട്രോണിക്സ് പഠിപ്പിക്കാനായിട്ട് വിട്ടു. ബബിത നേഴ്സിങ്ങിന് പഠിക്കാനായിട്ടായിരുന്നു അവൾക്ക് താല്പര്യം, അവളത് പറയുകയും ചെയ്തു. പക്ഷേ വൈജയന്തിയുടെ നിർബന്ധം കാരണം അവൾ ഡിഗ്രിക്ക് പഠിക്കുവാണ്. അങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നതിനെല്ലാം വിപരീതമായിട്ടാണ് വൈജയന്തി ചെയ്യുന്നതെന്നും അതുകൊണ്ട് എനിക്കൊരിക്കലും അവൾ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും
അതൊക്കെ ഇപ്പോഴെന്തിനാ പറയുന്നത്? അലീനയുടെ കാര്യമാണ് നോക്കുന്നത്. അലീന ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ എന്ന് തീർത്തും പറഞ്ഞു. ബാലചന്ദ്രൻ പറഞ്ഞു, പറ്റത്തില്ല, അലീന എൻ്റെ മകളാണ്, ഞാൻ അവളെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ ഞാൻ പുറത്താക്കത്തില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ, ഒരു വേശ്യപ്പെണ്ണെന്നുള്ള രീതിയിലാണ് അലീനെ രാജീവൻ ചിത്രീകരിച്ചത്. അതും രാജീവൻ അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി അത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അലീനയെ മോശക്കാരിയാക്കി. ഇത് കേട്ട് സഹിക്കാനാകാതെ രാജീവന്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തിട്ട്, നീ മേലാൽ ഇങ്ങനെ പറഞ്ഞു പോകരുത്, എൻ്റെ മകളെ കുറിച്ചാണ് നീ ഇങ്ങനത്തെ അപമാനിക്കുന്ന രീതിയിൽ മോശം വർത്തമാനം പറയുന്നത് എന്ന് നീ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. അലീന എൻ്റെ മകളായിരിക്കും, അന്നും ഇന്നും എന്നും അവൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് അംഗീകരിക്കാൻ പറ്റാത്തവര്, ഇത് ഒരിക്കലും ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് ഈ നിമിഷം ഇറങ്ങി പോകാമെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല, കൊല്ലപ്പള്ളിയിലുള്ള ആരും ഇനി അലീനയുടെ പ്രശ്നവും പറഞ്ഞ് ഇവിടെ വരാൻ പാടില്ല എന്നും ബാലചന്ദ്രൻ തീർപ്പ് കൽപ്പിച്ചു. അകത്തേക്ക് കയറിപ്പോയി. അലീന എന്നിട്ട് കതക് തട്ടി. അലീന കതക് തുറന്നു. ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചു. അലീന കരയുകയായിരുന്നു. അവിടുത്തെ യുദ്ധമെല്ലാം കഴിഞ്ഞു, പക്ഷേ അടുത്ത യുദ്ധത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അത്രത്തോളം പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് നിശബ്ദയായി, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ രാജീവിനോടും ശിവനോടും ഒക്കെ വൈജയന്തി കയർത്ത് സംസാരിച്ചു. നിങ്ങളൊക്കെ വന്ന് അലീനെ പുറത്താക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി, ഒന്നും നടന്നില്ലല്ലോ എന്നാണ് വൈജയന്തി കളിയാക്കിയത്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ എത്ര ശ്രമിച്ചു, പക്ഷെ അയാൾ പറയുന്നത് കേൾക്കുന്നില്ല, അയാൾ അയാളുടെ വാശിയിൽ നിൽക്കുവാണ്. ഇനി ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, നീ കേസ് കൊടുക്കുക. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ മോശമായിട്ടുള്ള രീതിയിൽ എല്ലാവരോടും പെരുമാറുകയും ബാലചന്ദ്രനെ വളച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരു പരാതി കൊടുക്കുക. ഇനി അഥവാ അത് ഏറ്റില്ല എന്നുണ്ടെങ്കിൽ അവളെ എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാനായിട്ട് ദേവി ഇത് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക. ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കാമെന്നാണ് അവിടെ വൈജയന്തിക്ക് ആങ്ങളമാരും കുടുംബക്കാരും കൂടി ചേർന്ന് ഉപദേശം കൊടുത്തത്. എന്നാൽ ഈ ഉപദേശം സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത വൈജയന്തിയുടെ അടിത്തറ തന്നെ ഇളകുമെന്നുള്ള കാര്യം വൈജയന്തിയോ ആരും തന്നെ അറിയുന്നില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. പക്ഷെ അടുത്ത പ്രശ്നം അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മനു ഇനിയിപ്പോൾ ഉടൻ തന്നെ വരും. മനു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാലചന്ദ്രനോട് സംസാരിക്കും, എല്ലാവരോടുമായിട്ടും സംസാരിക്കും. അപ്പോൾ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, ആരാണ് ഇത് എന്തുകൊണ്ട് അലീനെ പുറത്താക്കുന്നില്ല, അലീനെ പുറത്താക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് മനു ഉറപ്പായിട്ടും ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബാലചന്ദ്രനെ പിന്നെ മറച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. ഉറപ്പായിട്ടും ബാലചന്ദ്രൻ ഇതിനെതിരെ ഈ ഒരു ചോദ്യത്തിന് ഉറപ്പായിട്ടും മറുപടി പറയും. അത് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യമായിരിക്കും മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നത്. അങ്ങനെ ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവുക, മനു ഇനി എന്ത് ചെയ്യും, മനു ഇനി എങ്ങനെയായിരിക്കും ഈ പ്രശ്നം സോൾവ് ആക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി ഈ ഒരു എന്തായാലും മനുവിൻ്റെ മുറപ്പെണ്ണാണല്ലോ അലീന. അങ്ങനെയുള്ളപ്പോൾ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റാതെ അവസാനം മനുവിൻ്റെയും അലീനയുടെയും വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെയ്ക്കും ബൈ.